നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്താ നിങ്ങൾക്ക് ഓൾറെഡി തപ്പനയിലാണ് ഇപ്പോൾ പിടിയിട്ടിട്ടുണ്ടാവില്ലേ. ജാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പൈനാപ്പിൾ ജാം ഇത്തിരി കൂടി നല്ലതാണ്, എനിക്ക് ഇത്തിരി കൂടി കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നി ഇതിന്. പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ജാം ആണെങ്കിലും നല്ലതാണ്. ഏത് ജാം വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം ഞാൻ പറഞ്ഞതിലും വിട്ടിട്ട് ചിലവർക്ക് ചിലപ്പോൾ കൂടുതൽ വേണ്ടി വരും, കുറവ് വേണ്ടി വരും. പക്ഷെ ഞാൻ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതലും കുറവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളിത് നല്ല തണുപ്പോട് കൂടി അത്യാവശ്യം ഐസും കട്ടൊക്കെ ഇട്ടിട്ട് നല്ല തണുപ്പോട് കൂടി സെർവ് ചെയ്തോളൂ കേട്ടോ. അപ്പോഴൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു രസം, നല്ലൊരു കൂളിംഗ് തോന്നുന്ന ശരീരത്തിനൊക്കെ, അത് മറക്കരുത്. പിന്നെ അതുപോലെ ഏത് ജാം നിങ്ങൾക്ക് ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നുമില്ല, ഞാൻ അതൊന്നും അന്വേഷിക്കേണ്ട. ഏത് ജാം വെച്ച് ചെയ്യാം. വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ജാം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും റെസിപ്പി കണ്ടു നോക്കട്ടെ. ഇഷ്ടമാവും. ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പൊ കുറെ നാളായിട്ട് പറയാറില്ല, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പൊ കുറെ നാളായിട്ട് അത് പറയാറില്ല. അപ്പൊ ഇത് പ്രാവശ്യം കിടക്കട്ടെ. അപ്പൊ എന്തായാലും റെസിപ്പി കണ്ടു നോക്കട്ടോ. അപ്പൊ നമുക്കിനി ജ്യൂസ് തയ്യാറാക്കാൻ തുടങ്ങാം. വളരെ എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമാണ്. 500 ml കേട്ടോ. ml പറയാനാണെങ്കിൽ 500 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഇതേ ഒരു പകുതി ചെറുനാരങ്ങ കേട്ടോ, പകുതി മതി, അധികം വേണ്ട. ചെറുനാരങ്ങ ഒന്ന് പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. കുരുപ്പെടാതെ പിഴിഞ്ഞൊഴിച്ചോളൂ കേട്ടോ, കുരുപ്പെടരുത് നാരങ്ങ പിഴിയുന്ന നേരത്ത്. നമുക്ക് ഇതിലോട്ട് വേണ്ടത് ജാമാണ്. ഞാൻ ഏത് കമ്പനിയാണെന്നൊന്നും കാണിക്കണില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനി എടുക്കാം. ഞാൻ പൈനാപ്പിൾ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിന് ഇങ്ങനെ ചെയ്യാൻ ഇത്തിരി കൂടി നല്ലത് പൈനാപ്പിൾ ആണ്. ആദ്യം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂണ് ജാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് 2 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്കിനി നല്ല ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ടുള്ള ജാം വെച്ച് അടിച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ ഈ ജ്യൂസ്? അപ്പം നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം. ഇനി നമുക്ക് അടുത്തത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാലാണ് വേണ്ടത്. ഞാൻ 250 ml പാൽ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കാച്ചിയ പാലാണ് കേട്ടോ, കാച്ചിയ പാലാണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇതിലോട്ട് ഇനി നമുക്ക് ജാമ് വേണം. ഇതിനായിട്ട് ഞാൻ ജാം എടുത്തേക്കുന്നത് ഈ മിക്സഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് ഇതിലേക്ക് ചേർക്കാൻ. ഏത് കമ്പനിയാണെന്നൊന്നും ഞാൻ പറയണില്ല. അതൊരു 3 ടേബിൾ സ്പൂണോളം മിക്സഡ് ഫ്രൂട്ട് ജാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോൾ ആദ്യം മധുരം അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർക്കണ്ട കേട്ടോ. ഈ പഞ്ചസാര ആദ്യം ജാം ഇട്ടിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് പിന്നെ മധുരം പോരാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ചിലവർക്ക് ഇത്ര മധുരം താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ. 2 ഐസ് ക്യൂബ്സ് ഇടുക. ഇനി ഇത് നമുക്ക് നല്ല ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. കണ്ടോ? നിങ്ങൾക്ക് ഇത് എത്രമാത്രം ഇതിന്റെ കളർ വ്യക്തമാവുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ ലൈറ്റിന്റെ പ്രശ്നം കൊണ്ട്. ഇനി നമുക്ക് അടുത്തത് അടിക്കാം കേട്ടോ. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു വെറൈറ്റിയും കൂടി. ഇനി നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഇനി അടുത്തേനും അത് മെയിനായിട്ട് കുറെ നമുക്ക് ഈ ഐസിന്റെ കട്ട വേണം. ഞാനൊരു 6 എണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. ചെറുതാണെങ്കിൽ ഒരു 7 എണ്ണം 8 എണ്ണം എടുത്തോ. ഇത് വലിപ്പമുള്ളതായതുകൊണ്ട് ഞാനൊരു 6 ഐസിന്റെ കട്ട എടുക്കുന്നുണ്ട്. ഒരു പകുതി നാരങ്ങ ഇതിലോട്ട് പിഴിഞ്ഞൊഴിക്കുക. കുരുപ്പെടരുത് കേട്ടോ. ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഞാൻ പൈനാപ്പിൾ ആണ് എടുത്തേക്കുന്നത് ജാം. എനിക്ക് ഇതാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് ഇത്തിരി ടേസ്റ്റ് കൂടുതൽ തോന്നിയത്. ഒരു 6 ടേബിൾ സ്പൂണ് ജാം ചേർത്ത് കൊടുക്കുക ഇതിലേക്ക്. ഇനി ഇത് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ ഈ ഒരു പരുവത്തിന് ഇരിക്കും ഇത്. ഐസ് ക്യൂബ്സ് ഒക്കെ ആയിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് അതിലുണ്ടാവും. കണ്ടോ ഇതുപോലെ ഇരിക്കും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അതിൽ എക്സ്ട്രാ മധുരമൊന്നും നമ്മൾ ചേർക്കണ്ട. ഒരു പ്രത്യേക പുളി ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ്. പക്ഷെ ജാമിന്റെ മധുരം ഉണ്ടാവും, കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. അത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. അപ്പൊ നമ്മുടെ ഈ 3 തരം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് പാലിന്റെ ഒക്കെ ഒരു രസമായിട്ട് ഇതിങ്ങനെ ഇത്തിരി ഐസിന്റെയും പിന്നെ പുളിയും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റാണ് അതും. ഇത് നല്ലൊരു സ്ക്വാഷ് പോലെ വെള്ളം കലക്കിയ പോലെ ഇരിക്കും. ഇത് നല്ല തിന്നാണ്, കട്ടിയില്ല ഇതിന് തീരെ. അതുപോലെ ഇരിക്കും ഇത്. കണ്ടോ? അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോയിൽ കളർ കാണാൻ 1.5 കശിന് കൊള്ളണില്ലല്ലോ ദൈവം, അതാണ് എനിക്കൊരു വിഷമം. എപ്പം ഞാൻ എടുത്താലും ഇവിടെ കാണുന്ന കളറല്ല വീഡിയോയിൽ കാണുന്നത്. അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.
ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു വെറൈറ്റിയും കൂടി. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന ബ്രാൻഡ് തന്നെ എടുക്കണം. ഇന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡിലുള്ള ജാമു വേണമെങ്കിൽ ഇതിന്